عليكم ورحمة الله أيها الأصدقاء أهلا بكم إلى حلقة جديدة من دروسنا اللغة العربية. في الفصل السابق درسنا عن التشبيه وأركانه. നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ തശ്ബീഹിനെ കുറിച്ചും അതിൻ്റെ അർക്കാനുകളെക്കുറിച്ചും അതിൻ്റെ ഘടകങ്ങളെക്കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. എന്തൊക്കെയായിരുന്നു മാ ഹുവ അർക്കാനു തശ്ബീഹ്, തശ്ബീഹിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെയായിരുന്നു? മുഷബ്ബഹ്, അൽ മുഷബ്ബഹ് ബിഹി, അദാത്തു തശ്ബീഹ്, വജുഹു ഷബ്ഹ്. ഇങ്ങനെ 4 അർക്കാനുകളാണ് തശ്ബീഹിന് നമ്മൾ പഠിച്ചിട്ടുള്ളത്. മുഷബ്ബഹ്, മുഷബ്ബഹ് ബിഹി, അദാത്തു തശ്ബീഹ്, വജുഹു ഷബ്ഹ്. നമുക്ക് അത് ഒന്നുകൂടി പരിചയപ്പെടാം. ഈ പട്ടിക ശ്രദ്ധിക്കുക. അൽ മുഷബ്ബഹ്, അദാത്തു തശ്ബീഹ്, അൽ മുഷബ്ബഹ് ബിഹി, വജുഹു ഷബ്ഹ്. ഒന്നാമത്തെ ഉദാഹരണം ജാബിറുൻ കൽ അസദി ഫിഷ് ഷജാ. രണ്ടാമത്തേത് ജാബിറുൻ അസദുൻ ഫിഷ് ഷജാ. 3 ജാബിറുൻ കൽ അസദി. അടുത്തത് ജാബിറുൻ കൽ അസദി ഫിഷ് ഷജാ. ജാബിറുൻ അസദുൻ. ഒരേ ഉദാഹരണമാണ്. ജാബിറിനെ ധീരതയുടെ വിഷയത്തിൽ സിംഹത്തോട് ഉപമിക്കുകയാണ്. ഒന്നാമത്തെ ഉദാഹരണം ജാബിറുൻ കൽ അസദി ഫിഷ് ഷജാ. ആ പട്ടിക ശ്രദ്ധിച്ചപ്പോൾ എന്താ നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്? അതെ, ഒന്നാമത്തെ ഉദാഹരണത്തിൽ അതിൻ്റെ തശ്ബീഹിൻ്റെ 4 ഘടകങ്ങളുണ്ട്. ജാബിർ, മുഷബ്ബഹ് ഉണ്ട്, അദാത്തു തശ്ബീഹ് ഉണ്ട്, മുഷബ്ബഹ് ബിഹി ഉണ്ട്, വജുഹു ഷബ്ഹ് ഉണ്ട്. രണ്ടാമത്തെ ഉദാഹരണത്തിലോ അദാത്തു തശ്ബീഹിൻ്റെ കോളം കാലിയാണ്, അഥവാ അദാത്തു തശ്ബീഹ് ഇല്ല അതിൽ. ജാബിറുൻ അസദുൻ ഫിഷ് ഷജാ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അദാത്തു തശ്ബീഹ് അതിൽ നിന്ന് മാറിയിട്ട്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം വരുന്നത്? ജാബിറുൻ അസദുൻ ഫിഷ് ഷജാ. ധീരതയിൽ ജാബിർ ഒരു സിംഹമാണ്. മൂന്നാമത്തെ ഉദാഹരണത്തിൽ വജുഹു ഷബ്ഹ് ഇല്ല. ജാബിറുൻ കൽ അസദീന. ജാബിർ ഒരു സിംഹത്തെ പോലെയാണ്. അവിടെ വജുഹു ഷബ്ഹ് പറഞ്ഞിട്ടില്ല. നാലാമത്തെ ഉദാഹരണം നേരത്തെ കൊടുത്ത ഉദാഹരണമാണ്. അത് മുഷബ്ബഹ് ഉണ്ട്, മുഷബ്ബഹ് ബിഹി ഉണ്ട്, അദാത്തു തശ്ബീഹ് ഉണ്ട്, വജുഹു ഷബ്ഹ് ഉണ്ട്. എല്ലാ ഘടകങ്ങളും ഉണ്ട്. അവസാനത്തെ ഉദാഹരണം ശ്രദ്ധിക്കുക. ജാബിറുൻ അസദുൻ. ജാബിറുൻ അസദുൻ. ജാബിർ ഒരു സിംഹമാണ്, ജാബിർ ഒരു പുലിയാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ അദാത്തു തശ്ബീഹും ഇല്ല, വജുഹു ഷബ്ഹും ഇല്ല. ഈ പട്ടിക ശ്രദ്ധിച്ചപ്പോൾ എന്താ നമുക്ക് മനസ്സിലാകുന്നത്? തശ്ബീഹ് ആവണമെങ്കിൽ മുഷബ്ബഹും മുഷബ്ബഹു ബിഹിയും നിർബന്ധമാണ്. മുഷബ്ബഹും വേണം, മുഷബ്ബഹു ബിഹിയും വേണം. ഏതാ മുഷബ്ബഹ്? ജാബിർ. മുഷബ്ബഹ് ബിഹിയോ? അസദ്. അപ്പോൾ മുഷബ്ബഹും മുഷബ്ബഹ് ബിഹിയും നിർബന്ധമാണ് തശ്ബീഹിൽ. ഓക്കെ. അടുത്തത് പിന്നെ എന്താ? ചിലതിൽ അദാത്തു തശ്ബീഹ് പറഞ്ഞിട്ടുണ്ട്, ചിലതിൽ അദാത്തു തശ്ബീഹ് പറഞ്ഞിട്ടില്ല. ചിലതിൽ വജുഹു ഷബ്ഹ് പറഞ്ഞിട്ടുണ്ട്, ചില ഉദാഹരണങ്ങളിൽ വജുഹു ഷബ്ഹ് കൊടുത്തിട്ടില്ല. മറ്റൊരു ഉദാഹരണത്തിൽ വജുഹു ഷബ്ഹും കൊടുത്തിട്ടില്ല, അദാത്തു തശ്ബീഹും കൊടുത്തിട്ടില്ല. ഇങ്ങനെ നമുക്ക് തശ്ബീഹിനെ 5 തിരിക്കാം. തശ്ബീഹുകളെ 5 തിരിക്കാം. ഏതൊക്കെയാണ് ആ 5 രൂപങ്ങൾ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ആദ്യം കൊടുത്ത ഉദാഹരണം എന്തായിരുന്നു? ജാബിറുൻ കൽ അസദി ഫിഷ് ഷജാ. ധീരതയിൽ ജാബിർ സിംഹത്തെ പോലെയാണ്. അതിൽ അദാത്തു തശ്ബീഹ് ഉണ്ട്, ക. അതുപോലെ തന്നെ അഷജാ അദാത്ത് തശ്ബീഹ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിന് മാ ദുക്കിറത്ത് ഫീഹിൽ അദാത്ത്. അദാത്ത് പറയപ്പെട്ടതിന് തശ്ബീഹ് മുർസൽ എന്നാ പറയാം. തശ്ബീഹുൽ മുർസൽ. എന്താ തശ്ബീഹ് മുർസൽ എന്ന് പറഞ്ഞാൽ മാ ദുക്കിറത്ത് ഫീഹിൽ അദാത്തു. അദാത്ത് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ഉദാഹരണം ശ്രദ്ധിക്കാം. രണ്ടാമത്തെ ഉദാഹരണം എന്താണ്? ജാബിറുൻ അസദുൻ ഫിഷ് ഷജാഅത്തി. അതിലെന്തില്ല? അദാത്ത് പറഞ്ഞിട്ടില്ല. മാ ഹുദിഫത്ത് മിൻഹുൽ അദാത്ത്. അതിലെന്ത് ഇല്ല? അദാത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിന് പറയുന്ന പേര് അത്തശ്ബീഹുൽ മുഅക്കദ്. എന്താ തശ്ബീഹ് മുഅക്കദ് എന്ന് പറഞ്ഞാൽ മാ ഹുദിഫത്ത് മിൻഹുൽ അദാത്ത്. അദാത്ത് ഒഴിവാക്കിയത്, അഥവാ അദാത്ത് പറയാത്തത്. മൂന്നാമത്തെ ഉദാഹരണം ജാബിറുൻ കൽ അസദി എന്ന. അതിലെന്തില്ല? വജുഹു ഷബ്ഹ് ഇല്ല. മാ ഹുദിഫ മിൻഹു വജുഹു ഷബ്ഹ്.
അതിൽ നിന്ന് വജുഹു ഷബഹ് ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പറയുന്ന പേരാണ് അത്തഷ്ബീഹുൽ മുജ്മൽ. തഷ്ബീഹ് മുജ്മൽ എന്ന് പറഞ്ഞാൽ മാ ഹുദിഫ മിൻഹു വജുഹു ഷബഹ്, വജുഹു ഷബഹ് ഒഴിവാക്കിയത്. അടുത്തത് 4ാമത്തെ ഉദാഹരണം ജാബിറുൻ കൽ അസദി ഫി ഷജാ. അതിൽ വജുഹു ഷബഹ് പറഞ്ഞിട്ടുണ്ട്, വജുഹു ഷബഹ് കൊടുത്തിട്ടുണ്ട്. ഏതാ വജുഹു ഷബഹ്? ഫി ഷജാ. അങ്ങനെ മാ ദുക്കിറ ഫീഹി വജുഹു ഷബഹ്, വജുഹു ഷബഹ് പറഞ്ഞതിന് പറയുന്ന പേരാണ് അത്തഷ്ബീഹുൽ മുഫസ്സൽ. അത്തഷ്ബീഹുൽ മുഫസ്സൽ. തഷ്ബീഹ് മുഫസ്സൽ എന്ന് പറഞ്ഞാൽ മാ ദുക്കിറ ഫീഹി വജുഹു ഷബഹ്, വജുഹു ഷബഹ് പറഞ്ഞത് തഷ്ബീഹ് മുഫസ്സൽ. അടുത്ത ഉദാഹരണം ജാബിറുൻ അസദുൻ. ജാബിറുൻ അസദുൻ. അതിലെന്തില്ല? അദാത്തു തഷ്ബീഹുല്ല, വജുഹു ഷബഹുല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പറയുന്ന പേരാണ് എന്ത്? അത്തഷ്ബീഹുൽ ബലീഗ്. മാ ഹുദിഫത്ത് മിൻഹുൽ അദാത്തു വ വജുഹു ഷബഹ്. അദാത്തും അദാത്തു തഷ്ബീഹും വജുഹു ഷബഹും പറയപ്പെടാത്തതിനാണ് എന്ത് പറയുന്നത്? അത്തഷ്ബീഹുൽ ബലീഗ്. അങ്ങനെ 5 ഇനങ്ങളാണ് നമ്മൾ പഠിച്ചത്. ഏതൊക്കെയാണ്? തഷ്ബീഹുൽ മുർസൽ, തഷ്ബീഹുൽ മുഅക്കദ്, മുഫസ്സൽ, അൽ മുജ്മൽ, അൽ ബലീഗ്. ഇങ്ങനെ 5 ഇനങ്ങളാണ്, അക്സാമുകളാണ് തഷ്ബീഹിന് ഉള്ളത്. ഇനി നമുക്കതാ തഷ്ബീഹുൽ മുർസൽ, അത്തഷ്ബീഹുൽ മുഅക്കദ്, അത്തഷ്ബീഹുൽ മുജ്മൽ, അത്തഷ്ബീഹുൽ മുഫസ്സൽ, അത്തഷ്ബീഹുൽ ബലീഗ്. ഈ കൊടുത്തിരിക്കുന്ന പട്ടിക ഒന്നുകൂടി ശ്രദ്ധിക്കുക. ജാബിറുൻ കൽ അസദി ഫി ഷജാ. അതിലെന്തൊക്കെയുണ്ട്? മുഷബ്ബഹ് ഉണ്ട്, അദാത്തു തഷ്ബീഹ് ഉണ്ട്, മുഷബ്ബഹ് ബിഹി ഉണ്ട്, വജുഹു ഷബഹ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി നമുക്കതിൻ്റെ തഷ്ബീഹ് അതൊക്കെ അൽ മുർസൽ, മുഫസ്സൽ രണ്ടും കൊടുത്തിട്ടുണ്ട്. എന്താ 2 പേരും അതിന് യോജിക്കാൻ കാരണം? ഒന്ന്, അദാത്ത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് മുർസലാണ്. പിന്നെയോ വജുഹു ഷബഹ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് മുഫസ്സലാണ്. അപ്പോൾ ജാബിറുൻ കൽ അസദി ഫി ഷജാ എന്ന തഷ്ബീഹ് മുർസലുമാണ്, തഷ്ബീഹ് മുഫസ്സലുമാണ്. രണ്ടാമത്തേത് ജാബിറുൻ അസദുൻ ഫി ഷജാ. അതിൽ അദാത്തു തഷ്ബീഹ് പറഞ്ഞിട്ടില്ല, അദാത്തു തഷ്ബീഹ് പറഞ്ഞിട്ടില്ല. എന്നാൽ എന്തുണ്ട്? വജുഹു ഷബഹ് പറഞ്ഞിട്ടുണ്ട്. അദാത്തു തഷ്ബീഹ് പറയാത്തത് കൊണ്ട് അത് മുഅക്കദും, വജുഹു ഷബഹ് പറഞ്ഞതുകൊണ്ട് അത് മുഫസ്സലുമാണ്. അപ്പോൾ ആ തഷ്ബീഹ് മുർസൽ, മുഅക്കദ്, മുഫസ്സൽ. മൂന്നാമത്തേത് ജാബിറുൻ കൽ അസദ്. അതിലെന്തില്ല? വജുഹു ഷബഹില്ല. എന്നാൽ അദാത്തു തഷ്ബീഹ് പറഞ്ഞിട്ടുണ്ട്. അദാത്തു തഷ്ബീഹ് പറയുന്നത് മുർസലാണ്, ആ വജുഹു ഷബഹ് ഇല്ലാത്തത് മുജ്മലുമാണ്. മുർസൽ, മുജ്മൽ. ഇനി അടുത്തത് ജാബിറുൻ അസദുൻ. അതിലെന്തില്ല? അദാത്തു തഷ്ബീഹും ഇല്ല, വജുഹു ഷബഹും ഇല്ല. അതുകൊണ്ട് അതിന് പറയുന്ന പേര് അൽ ബലീഗ് എന്ന. രണ്ടും ഇല്ലാത്തയാൽ അതിന് ബലീഗ് എന്ന് പേര് പറയുന്നു. ഇതാണ് അക്സാമു തഷ്ബീഹ്. ഇനി നമ്മുടെ പാഠത്തിൽ കൊടുത്ത 51ാമത്തെ പേജിലുള്ള ഉദാഹരണം ഒന്ന് മനസ്സിലാക്കാം. അൽ ഖിത്തു കന്നമിരി ഫിഷക്കിലി അഹ്ലുസ്സഖായി ഗൈതുൻ ഫിൽ അതായി അൽ മുഅ്തിറു കശംഅത്തിൻ അൽ ഹുദാ നൂറുൻ. നിങ്ങൾ ചെയ്യേണ്ടത് താഴെ ഒരു പട്ടിക കൊടുക്കുന്നുണ്ട്, അതുപോലെ പട്ടിക വരച്ച് ഈ ഉദാഹരണങ്ങൾ ആ പട്ടികയിലേക്ക് മാറ്റി എഴുതുക. മാറ്റി എഴുതുമ്പോൾ അൽ ഖിത്തു കന്നമിരി ഫിഷക്കിൽ അല്ലേ? ഖിത്ത് മുഷബ്ബഹ്, ക അദാത്തു തഷ്ബീഹ്, അന്നമീർ മുഷബ്ബഹ് ബിഹി, അഷക്കിൽ വജുഹു ഷബഹ്. അപ്പോൾ ഇത് എല്ലാ കോളും ഉണ്ട്. മുഷബ്ബഹും ഉണ്ട്, അദാത്തു തഷ്ബീഹും ഉണ്ട്, വജുഹു ഷബഹും ഉണ്ട്. അദാത്തു തഷ്ബീഹും വജുഹു ഷബഹും പറഞ്ഞതിന് പറയുന്ന പേരെന്താണ്? ആ തഷ്ബീഹ് മുർസലുമാണ്, മുഫസ്സലുമാണ്. മുർസലുമാണ്, മുഫസ്സലുമാണ്. രണ്ടാമത്തേത് പിന്നെ അഹ്ലുസ്സഖാഇ ഗൈസുൻ ഫിൽ അതാ. അതിലെന്തില്ല? അഹ്ലുസ്സഖാഇ ദാനധർമ്മം ചെയ്യുന്നവർ, ഗൈസുൻ മഴയാണ്, ഫിൽ അതായി ഔദാര്യത്തിൻ്റെ കാര്യത്തിൽ. അതിൽ അദാത്തു തഷ്ബീഹ് ഇല്ല. എന്നാൽ ഫിൽ അതാഇ എന്ന എന്തുണ്ട്? വജുഹു ഷബഹ് ഉണ്ട്. അതുകൊണ്ട് അതെന്താണ്? അദാത്ത് പറയാത്തത് കൊണ്ട് മുഅക്കദും, വജുഹു ഷബഹ് പറഞ്ഞത് കൊണ്ട് മുഫസ്സലുമാണ്.
മൂന്നാമത്തെ ഉദാഹരണം അൽ മുഅ്തിറു കശംഅത്തിൻ. അൽ മുഅ്തിറു കശംഅത്തിൻ. മുഅ്തിർ, മുഅ്തിർ ഈസാർ നമ്മൾ പഠിച്ചത്. അൽ മുഅ്തിർ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകൾ അല്ലേ, മറ്റുള്ള നിസ്വാർത്ഥരായ ആളുകൾ, നിസ്വാർത്ഥർ. കശംഅത്തിൻ ഒരു മെഴുകുതിരി പോലെയാണ്. ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത്? കാഫ് പറഞ്ഞിട്ടുണ്ട്, അദാത്തു തശ്ബീഹ് പറഞ്ഞിട്ടുണ്ട്, പിന്നെയോ എന്നാൽ വജുഹു ഷബഹില്ല. അതിനെന്ത് പേരാണ് നമ്മൾ പഠിച്ചത്? നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടെത്തി എഴുതുക. അതുപോലെ അവസാനത്തേത് അൽ ഹുദാ നൂറുൻ. അതിൽ അദാത്തുമില്ല, പിന്നെ എന്തുമില്ല, വജുഹു ഷബഹില്ല. അതിനെ പറയുന്ന പേരെന്താണ്? അപ്പോൾ ഈ ഉദാഹരണങ്ങൾ ഇങ്ങനെ പട്ടിക വരച്ച് അതിലേക്ക് എഴുതി ആ തശ്ബീഹുകൾ ഏത് ഇനത്തിൽപ്പെടുന്നതാണ് എന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക. തശ്ബീഹിൻ്റെ ആദ്യത്തെ ക്ലാസ്സുകളിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അർക്കാനു തശ്ബീഹാണ്. അൽ മുഷബ്ബഹ്, മുഷബ്ബഹ് ബിഹി, അദാത്തു തശ്ബീഹ്, വജുഹു ഷബഹ്. ഇതിൽ നമ്മൾ പഠിച്ചത് അക്സാമു തശ്ബീഹാണ്. അത് ഏതൊക്കെയാണ്? മുർസല്, മുഅക്കദ്, മുഫസ്സല്, മുജ്മല്, ബലീഗ്. എന്താണ് മുർസല്, എന്താണ് മുഅക്കദ്, എന്താണ് മുഫസ്സല്, എന്താണ് മുജ്മല്, എന്താണ് ബലീഗ് എന്ന് മനസ്സിലാക്കുക. ഈ പേരുകൾ ലഭിക്കുന്നത് വരുന്നത് അദാത്തു തശ്ബീഹും വജുഹു ഷബഹും പരിഗണിച്ചുകൊണ്ടാണ്. തശ്ബീഹുകളുടെ ഈ പേരുകൾ വരുന്നത് അദാത്തു തശ്ബീഹും വജുഹു ഷബഹും പരിഗണിച്ചുകൊണ്ടാണ്. അദാത്ത് പറഞ്ഞതും പറയാത്തതും, വജുഹു ഷബഹ് പറഞ്ഞതും പറയാത്തതും. കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. സംശയമുണ്ടെങ്കിൽ വീണ്ടും അധ്യാപകരെ വിളിച്ച് സംശയ നിവാരണം നടത്തുക. 52-ാമത്തെ പേജിൽ കുറച്ച് ഉദാഹരണങ്ങൾ കൊടുക്കുന്നുണ്ട്. അത്തശ്ബീഹുൽ മുർസൽ, അതിന് ഉദാഹരണമായി കൊടുക്കുന്ന അദ്ദാറു കൽ ഖസ്രി ഫിഷക്കിൽ. തശ്ബീഹ് മുർസൽ എന്ന് നമ്മൾ മനസ്സിലാക്കി. അദാത്ത് തശ്ബീഹ് പറഞ്ഞത്, അതിൽ കാഫ് എന്ന അദാത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതോടൊപ്പം ഫിഷക്കിൽ എന്ന വജുഹു ഷബഹ് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ തശ്ബീഹ് ഒരേ അവസരത്തിൽ മുർസലുമാണ്, പിന്നെയോ മുഫസ്സലുമാണ്. മുർസലുമാണ്, മുഫസ്സലുമാണ്. അടുത്ത് അത്തശ്ബീഹുൽ മുഅക്കദ്. എന്താ തശ്ബീഹ് മുഅക്കദ്? വജുഹു ഷബഹ് പറയാത്തത്. അലിയുൻ അസദുൻ ഫിഷജാ, അല്ലെ അലിയുൻ ക എന്നുള്ള അദാത്തു തശ്ബീഹ് ഇല്ല. എന്നാൽ ഫിഷജാ എന്ന വജുഹു ഷബഹ് പറഞ്ഞിട്ടുണ്ട്. വജുഹു ഷബഹ് പറഞ്ഞതിന് നമ്മൾ മുഫസ്സൽ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് തശ്ബീഹ് മുഅക്കദുമാണ്, മുഫസ്സലുമാണ്. ഇല്ലാത്തത് അലിയുൻ കാഫ് ഇല്ലാത്തത് കൊണ്ട് അത് മുഅക്കദ്. അതാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. അപ്പോൾ പരിഗണിക്കേണ്ടത് പിന്നെ മുഅക്കദ്, പിന്നെ അദാത്തു തശ്ബീഹ് ഉണ്ടോ ഇല്ലെങ്കിൽ ഇല്ല എന്നതിനെയാണ് നമ്മൾ ആദ്യം പരിഗണിക്കേണ്ടത്. എന്നിട്ടാണ് അതിൻ്റെ പേര് പറയേണ്ടത്. അടുത്തത് അത്തശ്ബീഹുൽ മുഫസ്സൽ. അൽ മലിക്കു കൽ ബഹരി ഫിൽ ജൂദി. അൽ മലിക്കു കൽ ബഹരി ഫിൽ ജൂദി. നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ ഉദാഹരണത്തിൽ കൊടുത്ത പോലെ അദ്ദാറു കൽ ഖസ്രി ഫിൽ ഷക്കിൽ. അതിലെല്ലാം ഉണ്ട്. അദാത്തു തശ്ബീഹും ഉണ്ട്, വജുഹു ഷബഹും ഉണ്ട്. അതുകൊണ്ട് അത് മുർസലുമാണ്, മുഫസ്സലുമാണ്. മുർസലുമാണ്. മുർസൽ എന്ന് പറഞ്ഞാൽ അദാത്ത് പറഞ്ഞ് വജുഹു ഷബഹ് പറഞ്ഞതുകൊണ്ട് മുഫസ്സലുമാണ്. അത്തശ്ബീഹുൽ മുജ്മൽ. അന്നാസു കൽ ബുന്യാനിൻ. ബുന്യാനിൻ എന്നതിൻ്റെ ശേഷമുള്ള വജുഹു ഷബഹ് പറഞ്ഞില്ല, അതുകൊണ്ട് അത് മുജ്മലാണ്. അത്തശ്ബീഹുൽ ബലീഗ്. അദാത്തും പറഞ്ഞിട്ടില്ല, അദാത്തു തശ്ബീഹും ഇല്ല, വജുഹു ഷബഹും ഇല്ല. അതുകൊണ്ട് ആ തശ്ബീഹിന് പറയുന്ന പേരാണ് അൽ ബലീഗ്. ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് ഇഖ്തറ സഹീഹ. അൽ ഉമ്മു മദ്രസത്തുൻ. ഒരു തശ്ബീഹാണത്. അത് ഏത് തശ്ബീഹാണ്? അത്തശ്ബീഹുൽ മുർസൽ, അത്തശ്ബീഹുൽ ബലീഗ്, അത്തശ്ബീഹുൽ മുജ്മൽ. ഏതാണോ ശരി, ശരിയുടെ നേരെ പിന്നെ ടിക്ക് ചെയ്യുക. അടുത്ത ഉദാഹരണം രണ്ടാമത്തേത് അത്തിഫുലു കസ്സഹിരി. അത്തിഫുലു കസ്സഹിരി, കുട്ടി ഒരു പൂ പോലെയാണ്. ഏതാണ് തശ്ബീഹ്? തശ്ബീഹുൽ മുജ്മൽ, തശ്ബീഹുൽ ബലീഗ്, അത്തശ്ബീഹുൽ മുഫസ്സൽ. മൂന്നാമത്തെ ഉദാഹരണം ഹാമിദുൻ കസ്സഅലബി ഫിൽ ഹീല. ഹാമിദുൻ കസ്സഅലബി ഫിൽ ഹീലത്തി. അത്തശ്ബീഹ് മുഫസ്സൽ, തശ്ബീഹുൽ മുജ്മൽ, തശ്ബീഹുൽ മുഅക്കദ്. ഏതാണ് ശരി കണ്ടെത്തുക. നാലാമത്തെ ഉദാഹരണം അന്ത നജ്മുൻ ഫിർ റിഫ്അത്തി.
അൻത നജ്മുൻ ഫിദ്ദിഫത്തി തശ്ബി മുർസൽ ബലീഗ് മുഅക്കദ്. അപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ 4 ഉദാഹരണങ്ങൾ ഏത് തശ്ബിഹാണെന്ന് അത് ടിക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.